പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും JCNDSD എന്ന ഗ്രൂപ്പിലൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുവാനുള്ള കൃപ കർത്താവ് തന്നു. കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അന്യഭാഷ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് എൻ്റെ അനുഭവവും ഞാൻ കണ്ടതും ഞാൻ കേട്ടതുമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, അതിൽ യാതൊരു വിധത്തിലുള്ള മുഖസ്തുതിയോ യാതൊരു വിധത്തിലുള്ള കൂട്ടിച്ചേർപ്പോ ഇല്ലാതെ എൻ്റെ അനുഭവം, ഞാൻ കണ്ടത്, ഞാൻ കേട്ടത് അന്യഭാഷ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുവാൻ താല്പര്യപ്പെടുന്നു. ദയവായി എല്ലാ മാന്യ സ്നേഹിതരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ആദ്യമായിട്ട് ഞാൻ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കൊച്ചിയിൽ വരുമ്പോൾ, കൊച്ചിയുടെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇടക്കൊച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ചെന്നപ്പോൾ, അവിടെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എനിക്ക് കിട്ടിയ വീട്, വാടകയ്ക്ക് ഞാൻ എടുത്ത വീട് ഹിന്ദുക്കളുടെ നടുവിലാണ്. ഹൈന്ദവരായിട്ടുള്ള നമ്മുടെ സ്നേഹിതര് അവിടെ പാർക്കുന്നുണ്ട്, അവരുടെ നടുവിലാണ്. എനിക്ക് തികച്ചും അപരിചിതരായിട്ടുള്ള, അവർക്കും തികച്ചും അപരിചിതനായിട്ടുള്ള ഞാൻ അവിടെ പാർക്കുന്നു. അവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ ആദ്യ മാസം തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഞാനും എൻ്റെ ഭാര്യയും സഹോദരിയുമായിട്ട് ഒരു റൂമിൽ പ്രാർത്ഥിക്കുക. ഈ സഹോദരി വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരാളല്ല. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ സിസ്റ്ററെ സംബന്ധിച്ച് പറഞ്ഞാൽ മാനസികമായ ചില പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൈശാചികമായിട്ടുള്ള, പിശാചിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളിൽ കുടുങ്ങി കൊച്ചിയിലുള്ള വിവിധ ഹോസ്പിറ്റൽ, കൊച്ചിയിലുള്ള മാനസിക രോഗ ആശുപത്രി ഒന്ന് കാക്കനാടാണ്, പിന്നെ പല സ്ഥലങ്ങളിലുണ്ട്. അതിൽ മറ്റൊന്ന് അറിയപ്പെട്ട മറ്റൊരു ഹോസ്പിറ്റല് വൈറ്റിലേക്ക് അടുത്തുള്ള, വൈറ്റിലയിൽ നിന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ വൈറ്റിലയിൽ നിന്നൊരു അല്പം ദൂരം മാത്രമേ ഉള്ളൂ, നായേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. ഈ രണ്ട് ഹോസ്പിറ്റലാണ്, കാക്കനാടുള്ളതും നായേഴ്സ് ഹോസ്പിറ്റലുമാണ് മാനസിക രോഗ ആശുപത്രിയായിട്ട് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഇവിടെ എല്ലാം കൊണ്ടുപോയി. സൗഖ്യം വരാത്ത സഹോദരി, പലപ്പോഴും അസ്വസ്ഥത കൂടിക്കൂടി വന്നു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും ഈ സഹോദരിയുമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഒരു റൂമിലിരിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ പാർക്കുന്ന, വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്, അതിന്റെ പരിസരങ്ങൾ മുഴുവൻ ഒരു കത്തോലിക്ക കുടുംബം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഹിന്ദുക്കളാണ് താമസിക്കുന്നത്. ധാരാളം അടുത്തടുത്ത് ധാരാളം വീടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ആദ്യമായി ചെന്ന ഒരു സ്ഥലവുമാണ്. ഞങ്ങൾ ചിന്തിച്ചു, ദൈവസന്നിധി പ്രാർത്ഥിക്കാം, കർത്താവ് വിടുതൽ നൽകട്ടെ എന്നുള്ള ചിന്തയിൽ ഞാനും എൻ്റെ ഭാര്യയും സഹോദരിയുമായിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ റൂമിന്റെ കുറ്റിയിട്ടു. അപ്പോ പരിശുദ്ധാത്മാവിന്റെ നല്ലൊരു പ്രവർത്തനമുണ്ടായി, ആത്മീയമായി നല്ലൊരു അന്തരീക്ഷമുണ്ടായി. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രോഗബാധിതയായിരിക്കുന്ന ഈ സഹോദരിക്ക് മനസ്സിലായി, സഹോദരിക്കല്ല, സഹോദരി പോരാടുന്ന പിശാചിന് മനസ്സിലായി വിടുതലുണ്ടാകും.
അപ്പോൾ തന്നെ ഒരു വലിയ ശബ്ദ കോലാഹലം ഉണ്ടാക്കി. എന്നെ വിടൂ, എന്നെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് അലറാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൾക്കാർ വരും, ഈ ശബ്ദം കേട്ട് വരും, എന്നെ വിടൂ എന്ന് പറഞ്ഞാണ് അലറുന്നത്. അവർ വന്ന് കതകിനിട്ട് മുട്ടും. കതക് തുറക്കുമ്പോൾ അവിടെ ജനങ്ങൾക്കിടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണ ഉളവാക്കുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായി സാത്താൻ അത് ഉപയോഗിക്കുകയായിരുന്നു. ഞാനുടൻ തന്നെ വിശ്വാസത്തിൽ കൂടുതൽ ഉറച്ചതിന് ശേഷം കതകിന്റെ കുറ്റിയെടുത്ത് ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാം. ആ വാതിലിന്റെ ആ കതകിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതനെ സ്വർഗത്തിലെ കർത്താവ് കാവലാക്കിയിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ പോകൂ എന്ന് പറഞ്ഞ് ഞാന് ശ്രദ്ധിക്കുന്ന അവസരത്തിൽ ഈ മാനസിക അസ്വസ്ഥത ഉള്ള സഹോദരി ആ തുറന്നു കിടക്കുന്ന കതകിന്റെ അവിടേക്ക് ഓടിപ്പോകാൻ ഒരുങ്ങുകയും പെട്ടെന്ന് എന്തോ കണ്ടിട്ട് താഴെ വീഴുന്നത് പോലെ താഴേക്ക് വീണു. അപ്പൊ എനിക്ക് മനസ്സിലായി, ദൈവം തന്റെ ദൂതനെ അവിടെ അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായിട്ട്, വളരെ ഏകാഗ്രമായിട്ട്. എനിക്കിപ്പോൾ അത് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തായിട്ട് അന്ന് എന്നിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന ആ സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറയും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയവും കൂടെ അങ്ങ് പറയാം. കർത്താവേ, നീ സ്വർഗീയ അഗ്നി എന്റെ മേൽ അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സ്വർഗീയ അഗ്നി നമുക്കറിയാം, ദൈവം അഗ്നിയാൽ ദൈവം ന്യായവിധി നടത്തുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ അതേ അഗ്നി കൊണ്ട് അഭിഷേകം നൽകി ദൈവം തന്റെ ജനത്തെ പരിപോഷിക്കുന്ന ദൈവമാണ്. ഒരേ വെള്ളം കൊണ്ട് നോഹയുടെ കാലത്ത് ജനത്തെ മത്സരിച്ചതായ അല്ലെങ്കിൽ അനുസരിക്കാത്ത ജനത്തെ ന്യായവിധിയിലൂടെ കടത്തി എങ്കിൽ അതേ വെള്ളം കൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ പ്രമാണവും അവിടെ നിലകൊള്ളുകയാണ്. അപ്പോൾ അഗ്നി, ന്യായവിധിക്ക് കാരണമായി തീരുന്ന അഗ്നി നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്കും വിടുതലിനും കാരണമായി തീരുവാൻ പര്യാപ്തമായിരിക്കും എന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ സ്വർഗീയ അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ അനുഭവം ഉണ്ടായി. ഒരു വലിയ അഗ്നിയുടെ ഒരു ഗോളം എന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാനപ്പോൾ വളരെ ഏകാഗ്രമായിട്ടാണ്, മുഴങ്കാലിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ അഗ്നിയുടെ പ്രവാഹം എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു. അന്യഭാഷയുണ്ട്, അന്യഭാഷകളുണ്ട്. കാരണം അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല എന്നാണ് പറയുന്നത്. അത് വലിയ മർമ്മങ്ങൾ ആത്മീയമായി നമുക്ക് നമ്മളെ തന്നെ ഉത്തേജിപ്പിക്കുവാൻ പര്യാപ്തമായിട്ടുള്ളതാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ആത്മീയ വർധന വരുത്തുന്നു. എനിക്ക് അനുഭവം ഉണ്ടായി. ഞാൻ ആത്മീയമായിട്ടൊരു വലിയ അനുഭൂതിയിലേക്ക്, വലിയൊരു ഉയർച്ചയിലേക്ക്, ആത്മീയമായിട്ടൊരു വലിയ പടിയിലേക്ക് എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയർത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ അന്യഭാഷ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കരങ്ങൾ ഇങ്ങനെ പിടിച്ച് കരങ്ങൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭാര്യയ്ക്ക് തോന്നി, അടുത്തിരിക്കുന്ന സഹോദരിക്കുള്ള മാനസിക വിഭ്രാന്തി എന്നിലേക്ക് കടന്നു വന്നു, എന്നിൽ പൈശാചിക ശക്തിയാണ് എന്നുള്ള ഒരു ചിന്ത വന്ന് പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്റെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ജോയിച്ചായ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ, ഞാനിങ്ങനെ കൈ വെച്ചിരിക്കുകയാണ്, എൻ്റെ കയ്യിലേക്ക് പിടിച്ചു. എൻ്റെ കൈയിലേക്ക് ചെറുതായിട്ടും തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏകാഗ്രത വിട്ടു. എനിക്ക് സുബോധമുണ്ട്, ഏകാഗ്രത വിട്ടു. ഞാൻ കണ്ണു തുറന്ന് നോക്കുന്ന അവസരത്തില്
എൻ്റെ വൈഫ് നിലത്ത് വീണ് കിടന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നോക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഉടനെ പറഞ്ഞു, ജോയിച്ചാനെ വന്ന് പിടിച്ചപ്പോൾ, ആ കയ്യിലേക്ക് വന്ന് തൊട്ടപ്പോൾ ഒരു ഇരുമ്പ് പഴിപ്പിച്ച ആ ഇരുമ്പിൽ തൊടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. എൻ്റെ കൈ പൊള്ളിപ്പോയല്ലോ എന്ന് ചിന്തിച്ചാണ് കയ്യിൽ നോക്കുന്നത്. കൈ പൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടായെന്നാ പറഞ്ഞു. ഏതായിരുന്നാലും ആ സന്ദർഭത്തിൽ രോഗത്താൽ ഭാരപ്പെട്ട ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ടുള്ള വിടുതൽ കർത്താവ് അവിടെ നൽകി. ഞാനിത് പറഞ്ഞതിന്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, സ്വർഗീയ അഗ്നിയാലുള്ള അഭിഷേകം രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയുവാൻ, പൈശാചിക ശക്തികൾ വിട്ടുപോകുവാൻ, പിശാചിന് അവിടെ ഇരിക്കുവാൻ കഴിയില്ല, അത് വിട്ടുപോകുവാൻ പര്യാപ്തമായിട്ടുള്ളതാണ് എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പൊ അന്ന് നൽകിയ അന്യഭാഷ വ്യാഖ്യാനിച്ചൊന്നുമില്ല. അന്യഭാഷക്കാരൻ വ്യാഖ്യാനമില്ലെങ്കിൽ സഭയിൽ മിണ്ടാതെ ഇരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്നുള്ള പ്രമാണം വെച്ച് അവിടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാലുള്ള അഭിഷേകത്തിന്റെ ശക്തി എന്താണെന്ന് എനിക്ക് അനുഭവിച്ച് അറിയുവാനിടയായി തീർന്നു. 2 കൊരിന്ത്യർ 4:7 പറയുന്നത് പോലെ ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മുടെ മൺകൂടാരങ്ങളിൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അതുപോലെ അന്യഭാഷ അന്ന് വ്യക്തമായി സംസാരിക്കുകയും, എനിക്കറിയാം ഞാൻ അറിയാതെ എൻ്റെ നാവിലൂടെ സംഭവിച്ചതായ, നാവിലൂടെ സംസാരിച്ച ആ ശക്തിയാണ്, ആ ഭാഷയാണ്. പക്ഷെ അവിടെ അത്ഭുതം നടന്നു, അവിടെ വിടുതലുണ്ടായി. ആ സമയത്ത് ഒരു വിശ്വാസത്തിന്റെ ഒരു വലിയ ശക്തി എന്നിലേക്ക് വ്യാപരിക്കുവാൻ, ഒരു അഗ്നിയുടെ ഒരു ശക്തി എന്നിലേക്ക് വ്യാപരിക്കുവാൻ, എൻ്റെ ശരീരത്തിൽ പൊള്ളുന്ന ഒരു അനുഭവം ഒന്നും എനിക്കുണ്ടായില്ല. പക്ഷെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു തീ ആളിക്കത്തുന്നത് പോലെ, ഒരു വിശ്വാസത്തിന്റെ ഒരു അഗ്നി നാളം കത്തി ജ്വലിക്കുന്ന പോലെ ഒരു അനുഭവം എന്നിലുണ്ടായി. അത് വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായപ്പോൾ ആ നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു സംഗതി, ആ സമയത്ത് ഒരു മുടന്തൻ, ഒരു ചെകിടൻ, അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയിൽപ്പെട്ട ഏതൊരു വ്യക്തി കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നാലും അത്ഭുത വിടുതൽ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ വലിയ ഒരു അനുഭവം എനിക്കുണ്ടാകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എല്ലാ അന്യഭാഷകളെയും നിഷേധിച്ച് പരിഹസിക്കാൻ പാടില്ല എന്നാണ് ഈ അനുഭവം ഞാൻ പ്രാരംഭത്തിൽ പറയുന്നത്. പിന്നീട് പല സന്ദർഭങ്ങളിൽ ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി, ആ ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അന്നുള്ള ആ എൻ്റെ തീരുമാനവും പ്രതീക്ഷയും അന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷയും തീരുമാനവും എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഞാൻ ഉപവസിച്ചിട്ടുണ്ട്, ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോ ഈ അന്യഭാഷ എന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ശക്തി എന്താണെന്ന്, അതിന്റെ ശക്തി എന്താണെന്ന് ഞാൻ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അന്യഭാഷ വാക്കുകളെയും അടച്ചാക്ഷേപിക്കാനായിട്ട് വ്യവസ്ഥയില്ല. അങ്ങനെ ആക്ഷേപിക്കരുത് എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. എന്നിലേക്ക് ഇറങ്ങി വന്ന ആത്യന്ത ശക്തി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ് ഉളവാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞതായിട്ടുള്ളത് അത് ഞാൻ ഇവിടെ പ്രസ്താവിക്കുകയാണ്. പ്രാരംഭത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത്. ഇനി മറ്റൊന്ന്, ഞാൻ കേട്ട ഒരു അനുഭവം പറയാം. അന്യഭാഷയുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്, അതിൽ അത്ഭുതം നടക്കും. അതുപോലെ തന്നെ വാസ്തവത്തിൽ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ആയിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ചിലപ്പോൾ പ്രത്യേക മീറ്റിങ്ങുകളിൽ പലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ ചിലരൊക്കെ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ
സഹായത്താൽ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കിട്ടി 1000 പേര് പ്രാർത്ഥിച്ചാൽ 2 3 പേർക്ക് അത്ഭുത പ്രവൃത്തി നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ 2 പേരുടെ കാര്യം മാത്രമേ എവിടെ എടുത്തു പറയൂ. മറ്റ് കടന്നു വന്ന 900-ൽ അധികം പേർക്ക് സൗഖ്യം കിട്ടാതെ പോയ കാര്യം നമ്മൾ പറയുന്നു. എന്നാൽ ഈ അത്യന്ത ശക്തി, ഈ സ്വർഗീയ അഗ്നിയുള്ള അഭിഷേകം ഒരു യാഥാർത്ഥ്യമാണ്. പൈശാചികന്റെ സകല കെട്ടുകളും പൊട്ടും, പൈശാചികന്റെ സകല ബന്ധനങ്ങൾ അഴിയും, രോഗബന്ധനങ്ങൾ അഴിയും. നമ്മൾ അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണം. അതിനുവേണ്ടി ദൈവിക ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തെ പുതുക്കണം. സകല അശുദ്ധിയെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. സകലവിധമാകുന്ന നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നോട്ടം, എല്ലാ മേഖലകളിലും ദൈവവചനത്തിന് അനുസരണമായി തന്നെ നമ്മൾ മുൻപോട്ട് പോകുന്നുവെങ്കിൽ ഈ ശക്തി നമുക്ക് പ്രാപിക്കാൻ കഴിയും എന്നുള്ള കാര്യം വലിയ യാഥാർത്ഥ്യമാണ്. ഞാനത് പരിപൂർണമായി വിശ്വസിക്കുന്നു. മറ്റൊരു അനുഭവം ഞാൻ പറയട്ടെ, കേട്ടതാണ്. ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് അനവധി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, എങ്കിലും ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മറ്റൊരു കാര്യം ഞാൻ കേട്ടതാണ്. ഇവിടെ നിന്ന് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ഒരു ചെറിയ സംഘം, എനിക്ക് തോന്നുന്നു 4-5 പേര് കാണും, പ്രവചന ദൂതുമായിട്ട് കടന്നുപോയി. ഇവരെല്ലാം അന്യഭാഷ സംസാരിക്കുന്നവരാ. പ്രവചന ദൂതുമായിട്ട് കടന്നുപോയി. അവിടെ യോഗങ്ങൾ നടക്കുന്നു എന്ന് ഞാൻ കേട്ടു. ഞാൻ അവിടെ പോയില്ല. പക്ഷേ ഈ വ്യക്തികളെ എനിക്കറിയാം. അവർ പോയ അവിടെയുള്ള ചർച്ചും എനിക്കറിയാം, അവിടെയുള്ള വിശ്വാസികളെയും എനിക്കറിയാം. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ അവിടേക്കൊന്ന് പോയി. അവിടെ പോയപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസി എന്നോട് പറഞ്ഞ ഒരു വാക്കാണ്, എന്നോട് പറഞ്ഞ ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോയ് പാസ്റ്റർ, ഇവിടെ ഒരു സംഘം അവിടെ നിന്ന് കാത്തിരിപ്പ് യോഗം നടത്താൻ, സഭയിൽ ഉണർവ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ വന്നു. 2-3 ദിവസം അവര് പ്രാർത്ഥന ആലയത്തിൽ നടത്തി. പോകുന്ന അതിന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ രാത്രി ഒരു യോഗം വെക്കണം എന്ന് പറഞ്ഞു. ഇവരെല്ലാം അവിടെ യോഗത്തിന് ചെന്നു. വലിയ ഉണർവ് ആയിട്ട് വലിയ ശബ്ദത്തിൽ അന്യഭാഷകൾ, എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു. അങ്ങനെ അന്യഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അന്ന് ആ സഹോദരന്റെ വീട്ടിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ടാണെന്ന് തോന്നുന്നു, അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവര് വടക്കേണ്ടിയിൽ ആദിവാസികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഉൾഗ്രാമങ്ങളിൽ ചെന്ന് അവർക്ക് വേണ്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി അവര് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവരാ. കൊച്ചുകുട്ടികൾ, അവിടെ വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായി കടന്നുപോയ വ്യക്തികളാണ്. അവർ ബന്ധക്കോസുകാരല്ല. ഈ കുടുംബം മർത്തോമ കുടുംബമാണ്. അവർ വടക്ക് ചെന്നതിന് ശേഷമായിട്ട് അവർ കത്തോലിക്കലായി. അതിനുശേഷം ഈ കുടുംബം ബന്ധക്കോസിൽ വന്നതാണ്. അപ്പൊ അവിടേക്ക് വന്ന വ്യക്തികള് ബന്ധക്കോസുകാരല്ല, മർത്തോമ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളാണ്. അവർ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. പെട്ടെന്ന് പ്രാർത്ഥനയിൽ ഇങ്ങനെ അന്യഭാഷകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരനെ പെട്ടെന്ന് ഈ അവിടെ ചെന്ന സ്വന്തക്കാര് വടക്കേണ്ടിയിലുള്ള ആദിവാസികളുടെ ഇടയിൽ വിദ്യാഭ്യാസം അവർക്ക് അതിനുവേണ്ടി അധ്യാപകരായി പോയിട്ട് ലീവിന് വന്ന ഇവര് പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചു, ചേട്ടാ ഇങ്ങ് വരാൻ പറഞ്ഞു. അച്ചായ ചേട്ടാന്നോ വിളിച്ച് വെളിയിലേക്ക് ഇറക്കി. അപ്പൊ രാത്രി ഏകദേശം 8-9 മണി 10 മണിയോളം രാത്രിയോളമായി. വിളിച്ചിട്ട് പറഞ്ഞു, ദേ ആ വ്യക്തികൾ പറയുന്ന അന്യഭാഷ അത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ അല്ല. ഉടനെ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പറയുന്നത്?
ഉടനെ പറഞ്ഞു, അച്ചായ, അത് ഞങ്ങൾ പാർക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ അവിടെ ആദിവാസികളുടെ ഇടയിൽ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു കൂട്ടം സമൂഹം പാർക്കുന്ന അവര് വഴക്കിടുമ്പോൾ പറയുന്ന കേൾക്കാൻ കൊള്ളുകയില്ലാത്ത അവരുടെ ഭാഷയിൽ അത് വ്യക്തമായിട്ട് ഒരു വാക്ക് പോലും തെറ്റിക്കാതെ ഇത് ആദിവാസികളുടെ ഭാഷയാണ് അവർ ഈ ഈ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈ ടീമുകൾ സംസാരിക്കുന്നത്. ആ വാക്കുകള് അവര് വഴക്കിടുമ്പോൾ പറയുന്ന ആദിവാസികൾ പറയുന്ന, ഞങ്ങളുടെ ആ ദേശത്തുള്ള ആദിവാസികൾ പറയുന്ന ഏറ്റവും മോശമായ, മനുഷ്യന്റെ മുൻപിൽ പറയാൻ പറ്റില്ലാത്ത വൃത്തിഹീനമായിട്ടുള്ള വാക്കുകളാണ്. പെട്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇദ്ദേഹം ചെന്ന് ശബ്ദം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തിയെന്നാ പറയുന്നത്. അന്യഭാഷയുടെ ഒരനുഭവം എനിക്കുണ്ടായത് ഞാൻ പറഞ്ഞു. മറ്റൊന്ന് ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത്. അതെന്നോട് പറഞ്ഞു തന്ന വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇത് നടത്തിയ ആൾക്കാരുമുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോ എല്ലാ അന്യഭാഷയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലുള്ളതല്ല എന്നാണ് ഞാൻ വിശദീകരിച്ചതിന്റെ സാരം. അപ്പൊ ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന അന്യഭാഷകളിൽ ഭൂരിപക്ഷവും സാത്താന്റെ കൈകടത്തൽ അതിനകത്തുണ്ട്. ഇവർക്കറിയത്തില്ല എന്താണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലുള്ള മറ്റുള്ള ആൾക്കാർ വരുമ്പോഴാണ്, അവരുടെ ഭാഷയിൽ അത് കേൾക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മനുഷ്യന് കേൾക്കാൻ അറയ്ക്കുന്ന സഭ്യമല്ലാത്ത ഭാഷകൾ ഈ ദൈവമക്കൾ പറയിപ്പിക്കുമ്പോൾ അത് സാത്താന്റെ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കാതെ ഈ ആലയങ്ങളിൽ ഇതാണ് പറയുന്നത്. സാത്താൻ ഉല്ലസിക്കുക, സാത്താൻ അവിടെ വേതാളം നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്ന പ്രകാരം അവിടെ വേതാളത്തിന്റെ നൃത്തവും ബഹളവും ഒച്ചപ്പാടുകളുമാണ് കേൾക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ, വളരെ ദൈവഭയത്തോടെ അന്യഭാഷയാണ് എന്ന ചിന്തയിൽ വായിക്ക് വരുന്നതെല്ലാം വിളിച്ചു കൂകി ദൈവാലയത്തെ അശുദ്ധമാക്കരുതെന്ന് ഈ അന്യഭാഷ കൂടുതൽ ഇളക്കപ്പരപ്പും സൃഷ്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടക്കുന്ന ഈ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരോട് ഒരു ഉപദേശം തരികയാണ്. അദൈവികമാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യമില്ലെങ്കിൽ നിങ്ങൾ നിർത്തൂ ഈ പരിപാടി. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പല പാസ്റ്റർമാര് ഈ കാത്തിരിപ്പ് യോഗം നടത്തുമ്പോൾ അവരുടെ ചെവിയിൽ ചെന്ന് പറഞ്ഞു കേൾപ്പിക്കും, ഇങ്ങനെ പറയുന്നു പറഞ്ഞു. അങ്ങനെയുള്ള വിക്രിയയെ ഇവിടെ നടക്കുന്നു. വേറൊരു അനുഭവം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ കൊച്ചിയിൽ ഒരറിയപ്പെട്ട ഒരു പ്രവാചകി എന്ന് പറയാം ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുന്നവരെയല്ല അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ അവർ വിടുകയില്ല. പരിശുദ്ധാത്മാവ് വായിക്കണം, അല്ലെങ്കിൽ അന്യഭാഷ കേൾക്കണം, അന്യഭാഷ പറയണം, അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മഹാപാപികളാ, നിങ്ങളെ ദൈവം തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞുള്ള ദൂതുകൾ കൊടുക്കുന്ന ഒരാളാണ്. അവിടെ ഒരു സഹോദരി പോയി. ആ സഹോദരി എന്നോട് പറഞ്ഞതാ കേട്ടോ. ആ സഹോദരി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവർക്ക് തോന്നി, ഇവർക്ക് മനസ്സിലായി ഇത് നല്ല സാമ്പത്തികമുള്ള ഒരു വീട്ടിലെ ഒരു സഹോദരിയാണ് വന്നിരിക്കുന്നത്. അവരെ വെറുതെ വിടാൻ പാടില്ല. ഇവരല്പം തടിയൊക്കെ ഉള്ള സ്ത്രീയാണ് ഈ പോയ സഹോദരി. ആ സഹോദരി എന്നോട് പറഞ്ഞത് കേട്ടോ. അവിടെ ചെന്ന് നിങ്ങൾ മുൻപോട്ട് കടന്നു വരാൻ പറഞ്ഞു. ഒരെണ്ണം മുൻപോട്ട് കടന്നു വന്നു. പുതുതായിട്ട് വന്നതാണല്ലേ? അതെ. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചേ ഇവിടുന്ന് പോകാവൂ. മുട്ടുമടക്കാൻ പറഞ്ഞു. ഇവര് മുട്ടുമടക്കി. നിങ്ങളുടെ ബലഹീനതകളെല്ലാം ഏറ്റു പറയാൻ പറഞ്ഞു. അവര് ബലഹീനതകളെല്ലാം ഏറ്റു പറഞ്ഞിട്ടായി ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നത്. പിന്നെയും അവര് ബലഹീനതകൾ ഏറ്റു പറയണം എന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു.
എല്ലാ ബലഹീനതകളും ഞാൻ ഏറ്റു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് യേശുവിൻ രക്തം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്യഭാഷ സംസാരിക്കണമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എങ്കിലേക്ക് ഇട്ടു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് അന്യഭാഷയാണ്. അല്ലാതെ നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടില്ല എന്ന് പറഞ്ഞ ഒരു ഭീഷണിയുടെ സ്വരവും അവിടെ അവർക്ക് അവര് പറഞ്ഞു. മണിക്കൂറുകളായി ഇങ്ങനെ മുട്ടിന്മേലിരുന്ന് വേദന എടുക്കാൻ തുടങ്ങി. ഇവർക്ക് അല്പം തടിയുള്ള സ്ത്രീയുമാണ്. വേദന എടുത്തു വളരെ അതിഭയങ്കരമായിട്ട് മുട്ട് വേദന എടുക്കുന്ന അവസരത്തില് ഇവർക്ക് അസഹനീയം. ഒന്ന് ഇരിക്കാൻ നോക്കി അവര് പെട്ടെന്ന് യേശുവിന്റെ നാമത്തിൽ പിശാച് നിന്നോട് പറഞ്ഞു മുട്ടിൽ നിൽക്കണം, നീ എന്തെങ്കിലും വിട്ടുകളയാനുള്ള പാവം ഉണ്ടെങ്കിൽ ഇപ്പൊ വിട്ടുകളയണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും എന്നൊക്കെയായി. അപ്പൊ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ എന്ന് ഇവര് പറയുന്നു. പക്ഷെ അവർ വെളിപ്പെടുത്തൊന്നുമില്ല. ഇവരെ മുട്ടിന്മേൽ നിർത്തിയിരിക്കുക. മുട്ടിന്റെ വേദന കൊണ്ട് ഇവർക്ക് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഭയങ്കരമായിട്ട് മുട്ടിന് അതിഭയങ്കരമായ വേദന. ഉടൻ തന്നെ അന്യഭാഷ പറയാതെ അവരെ ഇരുത്തുകയില്ല. വളരെ സമയമായി ആൾക്കാരെല്ലാം അവിടെ കൂടി അന്യഭാഷ പറയുന്നുണ്ട്. ഭയങ്കര ബഹളമൊക്കെ ഉണ്ട്. ഉടൻ തന്നെ ഇവര് എന്നോട് പറഞ്ഞ ഇങ്ങനെയാ, പാസ്റ്റർ, ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്യഭാഷ സംസാരിക്കാൻ പോവാണ്, അല്ലാതെ എനിക്കൊരു ഗത്യന്തരമില്ല. എന്റെ കാലിന്റെ വേദന, മുട്ടിന് അതിഭയങ്കരമായ വേദനയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എന്നോട് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അന്യഭാഷ പറയുന്നതിൽ കർത്താവെ അങ്ങ് ക്ഷമിക്കണം, ഞാൻ അന്യഭാഷ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഒരു 10 അന്യഭാഷയും ഏതാ അവര് വേദന കൊണ്ട് സഹി കെട്ടിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ അന്യഭാഷയാ. ഉടൻ തന്നെ സഭയെല്ലാം ആത്മാവിൽ നൃത്തം ചെയ്തു. ഈ അന്യഭാഷ കേട്ട് നൃത്തം ചെയ്ത് കരങ്ങളടിച്ചെല്ലാവരും തുള്ളാൻ തുടങ്ങി. മറ്റേ പ്രവാചകൻ പറഞ്ഞു, കണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് കണ്ടോ, അന്യഭാഷ സംസാരിച്ചു, പരിശുദ്ധാത്മാവ് നിനക്ക് കിട്ടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് യോഗ ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോന്നു. ഈ സംഭവം എന്നോട് ആ സഹോദരി പറഞ്ഞു. ഇങ്ങനെ ഈ കള്ള അന്യഭാഷകളും അതുപോലെ തന്നെ മറ്റുള്ളവരെ നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രവർത്തികൾ നടത്തിയ ആ സ്ഥലത്ത് സംഭവിച്ച ദുരന്തം ദിനപത്രങ്ങളിലൂടെയൊക്കെ പലരും വന്ന് കണ്ടതാണ്. ഞാനത് പറയുന്നില്ല. എനിക്ക് ആ സഹോദരി അറിയാം, അവരുടെ ഭർത്താവിനെ അറിയാം. ഭർത്താവ് എന്നില്ല, സഹോദരി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ദുരന്തമാണ്. പ്രവചനവും ആത്മീയ വെളിപ്പാടുമുള്ള ഒരു സഭയിൽ നടക്കാത്ത വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വന്നു. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തിന്റെ പേരിൽ, അന്യഭാഷയുടെ പേരിൽ, പ്രവചനത്തിന്റെ പേരിൽ യാതൊരു വ്യാജവും നീ കാട്ടരുത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവിടെ നടന്ന ദുരന്തം ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു ദുരന്തം. അനേക ജനങ്ങളെ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞു കൊടുത്ത് വഞ്ചിച്ച്, കള്ളപ്രവചനം നടത്തി വഞ്ചിച്ച് മുൻപോട്ട് പോയി. ദൈവം കണക്ക് ചോദിക്കാതിരിക്കുകയില്ല. ഇപ്പൊ ഞാന് 2-3 കാരണങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം. അന്ന് ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കി അന്യഭാഷയൊന്നും പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവിന്റെ നാവിൽ തന്നതാണ്. അന്ന് അവിടെ സ്വർഗീയ അഗ്നി ഇറങ്ങി വന്നു. ഒരത്ഭുതവും അവിടെ നടന്നു. ഇന്നും ആ സ്വർഗീയ അഗ്നിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവജനം പറയുന്നു, നിങ്ങൾ അന്യഭാഷ വിലക്കരുതെന്ന്. എല്ലാം ഉചിതമായി നടക്കട്ടെ എന്നാണ്. ചന്തവും ഉചിതവുമായി അത് നടക്കണം. ചന്തവും ഉചിതവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഭയിൽ കൂടി വരുമ്പോൾ അന്യഭാഷ ഏറിയാൽ 2-3 പേർ സംസാരിക്കട്ടെ. അവരും ഓരോരുത്തരായി സംസാരിക്കട്ടെ. ഒരുവൻ അന്യഭാഷ സംസാരിക്കുമ്പോൾ അവൻ വ്യാഖ്യാനിക്കായിട്ട് പ്രാർത്ഥിക്കണം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ
അന്യഭാഷക്കാരൻ സഭയിൽ, എവിടെ? സഭയിൽ മിണ്ടാതെ ഇരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ഇതാണ് വിലക്കരുതെന്ന് പറയുന്നത്. ഇന്ന് നമ്മള് കൺവെൻഷൻ പ്രസംഗങ്ങൾക്ക് കയറുമ്പോൾ ആ പ്രസംഗത്തിൽ കയറി ഒരു 10 അന്യഭാഷ പൊട്ടിച്ച് ബഹളം വെച്ച് മേശയും അടിച്ച് നിരപ്പാക്കി അവിടെയെല്ലാം ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അന്യഭാഷ എന്ന പേരിൽ നിന്ന് നടത്തുന്ന പലതും, പണ്ട് വടക്ക് പോയി അന്യഭാഷ പറഞ്ഞ് അത് അസഭ്യമാണെന്ന് ആദിവാസികളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് ബോധ്യമായി അത് വെളിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചേടത്തി അന്യഭാഷ സംസാരിക്കുന്നു, അതുകൊണ്ട് വീട്ടുകാർ അമ്മായിപ്പനും അമ്മായിമ്മയും ചിന്തിക്കുകയല്ലേ എനിക്ക് അന്യഭാഷയില്ലെന്ന്, അതുകൊണ്ട് ഞാനും സംസാരിച്ചേക്കാം. അങ്ങനെ ചേടത്തിമാരും അനിയത്തിമാരും തമ്മിലുള്ള മത്സരം നടക്കുന്ന സഭ എനിക്കറിയാം. അവരന്യഭാഷ സംസാരിച്ചാൽ ഞാനും മോശക്കാരനാകരുതല്ലോ എന്ന് പറഞ്ഞ അന്യഭാഷ സംസാരിച്ചിട്ടുള്ള സംഭവങ്ങളും എനിക്കറിയാം. എന്റെ പൊന്നു സ്നേഹിതരെ, നിങ്ങൾ ദൈവവചനത്തോട് വ്യാജം കാണിക്കരുത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രകടനവും ഒരു പ്രഹസനവും നീ കാണിക്കരുത്. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിനക്ക് ലഭിക്കുന്നത് അത് പ്രവചനമാണെങ്കിൽ അത് നിഷേധിക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുതെന്ന് ദൈവവചനം പറയുന്നു. അത് പ്രവചനമായിരിക്കണം. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവരൊന്ന് ശോധന ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നാളുകളിൽ അന്യഭാഷ വിലക്കരുതെന്ന് പറയുമ്പോഴും പറയുന്നതെല്ലാം അന്യഭാഷ പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ഇന്ന് സഭയിൽ കയറി കിടന്ന് തുള്ളി മറിഞ്ഞ് പിശാച് തന്റെ ഭാഷ അസഭ്യമായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഈ വിഷയത്തിന്മേൽ ധാരാളം അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ചില അന്യഭാഷക്കാരെ ഞാൻ ശാസിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു അന്യഭാഷ ഒരു വലിയ കൺവെൻഷൻ നടക്കുക, പ്രഗത്ഭനായിരിക്കുന്ന ഒരു സുവിശേഷ പ്രസംഗം കടന്നു വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഈ പ്രസംഗം കേൾക്കാനായിട്ട് അവിടുന്ന് ജാതികളായിട്ടുള്ളവർ വന്നിട്ടുണ്ട്, ധാരാളം പേര്. അപ്പൊ അതിന്റെ നടുക്കൊരു ഒരാളിരുന്ന് സ്ത്രീയുടെ ഭാഗത്താണ്. ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആത്മാവിൽ ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ ദൂത് യാതൊരു വിധത്തിലും മായം ചേർക്കാതെ സത്യവചനം പറയുമ്പോൾ അതിനേക്കാൾ ഇരട്ടി ശബ്ദത്തിൽ ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഒരാൾ അന്യഭാഷ സംസാരിച്ച് ഭയങ്കര ബഹളമാണ്. ദൈവവചനത്തെ മറ്റുള്ളവർ കേൾക്കാതെ തടസ്സപ്പെടുത്തുന്ന ഒരു ദുരാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി. കൺവെൻഷൻ ആണെന്ന് ഞാൻ ചിന്തിച്ചില്ല. അവിടെ വലിയ പ്രസംഗം നടക്കുന്ന ഒരു വിദേശത്തുനിന്ന് വന്ന ഒരു സായിപ്പാ പ്രസംഗിക്കുന്നത്. ഞാനത് നടുവിൽ ചെന്ന് യേശുവിന്റെ നാമത്തിൽ പിശാചെ മിണ്ടരുതെന്ന് പറഞ്ഞ് ശാസിച്ചു. എന്നാലേ അവരുടെ പരിശുദ്ധാത്മാവ് തീർന്നു. പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ആ ജോയി എന്ന് പറഞ്ഞവൻ വന്ന് പരിശുദ്ധാത്മാവിനെ വിലക്കിയെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ എനിക്ക് വിലക്കാൻ പറ്റുമോ? എനിക്കതിനെ തകർക്കാൻ പറ്റുമോ? അത് പരിശുദ്ധാത്മാവല്ലെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ അതിനെ ശാസിച്ചത്. ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ ആലോചനയ്ക്കും തടസ്സകരമായിട്ട് പിശാച് സഭയ്ക്കിടയിൽ കടന്നു വന്ന് അങ്ങനെയുള്ളവരിലൂടെ നടത്തുന്ന ഈ അന്യഭാഷയൊക്കെ വിലക്കേണ്ട കാലം കഴിഞ്ഞു. ദൈവവചനം സംസാരിക്കുമ്പോൾ മാന്യമായ രീതിയിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടേണ്ടതിന് തടസ്സകരമായിട്ട് ദൈവവചനം പ്രഘോഷിക്കപ്പെടുവാൻ കാശ് മുടക്കി ആയിരക്കണക്കിന് രൂപ മുടക്കി ഒരു കൺവെൻഷൻ നടത്തും. അതിനും തടസ്സകരമായിട്ട് ആരാധിക്കുമ്പോൾ ആരാധിച്ചോട്ടെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധിച്ചോട്ടെ. വചനം പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരു വചനം കേൾക്കുന്ന അത് പറയുന്നതിന് മുൻപേ ഇവിടെ തുള്ളലും ബഹളവും അന്യഭാഷയുമായാൽ അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആണെന്ന് വിശ്വസിക്കണമെങ്കിൽ സുബോധമില്ലാതിരിക്കണം.
അപ്പൊ ഈ നാളുകളിൽ യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ മാറ്റി സംഘടനയുടെ ആത്മാവല്ല പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാൻ എല്ലാവരെയും സ്വർഗത്തിലെ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നും നമുക്ക് ചിന്തിക്കാം. കർത്താവ് അതിനായി നമ്മളെ കൂടുതൽ സഹായിക്കട്ടെ. അതുകൊണ്ട് ശോധന ചെയ്ത് പരിശോധിച്ച് ദൈവത്തിന്റെ സഭ കലക്കുന്ന, ദൈവത്തിന്റെ സഭയിൽ അസഭ്യമല്ലാത്ത വാക്കുകൾ പിശാചിനെ കൊണ്ട് പറയിപ്പിക്കുവാൻ കാരണമായി തീരുന്ന ഈ അന്യഭാഷ നിർത്തണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.